Hi students, welcome to my classroom. Now we are going to discuss about a performance appraisal. Its meaning, definition, objectives, okay, and need and importance. Methods and process next classes later discuss. Okay. First meaning and definition. It is the process of assessing, summarizing and developing the work performance of an employee. ഒരു എംപ്ലോയിയുടെ വർക്ക് പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യുക, സമ്മറൈസ് ചെയ്യുക, അസസ് ചെയ്യുക. ആ പ്രോസസ്സിനെയാണ് നമ്മൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് പേഴ്സണൽ ജോബ് പെർഫോമൻസ് ആൻഡ് ഇസ് പൊട്ടൻഷ്യൽസ് ഫോർ ദി ഡെവലപ്മെൻറ്റ്. അതായത് ജോബ് പെർഫോമൻസ് ആണ്, ഓരോ എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസ് ആണ് ഇവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അതുപോലെ ആ എംപ്ലോയിയുടെ കഴിവും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ജോബ് പെർഫോമൻസ് അവരുടെ പൊട്ടൻഷ്യാലിറ്റീസൊക്കെ ഇവാലുവേറ്റ് ചെയ്യുമ്പോഴാണ് അവർക്ക് ട്രെയിനിങ് പ്രോഗ്രാംസൊക്കെ ഇനിയും പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ടോ, അവിടെ എത്രത്തോളം എഫക്റ്റീവായിട്ട് അവർ ജോലി ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. It is a systematic evaluation of personnel by superiors or others who are familiar with the പെർഫോമൻസ് ഓഫ് പേഴ്സണൽ. അതായത് ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ്സാണ്. അത് അവരുടെ സുപ്പീരിയേഴ്സ് ആയിരിക്കും ചെയ്യുക. അതല്ലെങ്കിൽ പേഴ്സണൽസിൻ്റെ പെർഫോമൻസ് വളരെ ക്ലിയർ ആയിട്ട് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യാൻ ഫെമിലിയർ ആയിട്ടുള്ള എക്സ്പേർട്ടായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. Then we are going to the definition. In the words of Shubin, the performance appraisal is a systematic appraisal of employees' personality traits and performance on the job and is designed to determine his contribution and relative worth to the firm. പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു അപ്രൈസലാണ്. അവിടെ എംപ്ലോയീസിൻ്റെ പേഴ്സണലായിട്ടുള്ള ട്രീറ്റ്സുകളും അവരുടെ ജോബിലെ പെർഫോമൻസും എല്ലാം കൃത്യമായിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്രൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ചെയ്യലാണ്. അതുപോലെ ഈ ഓരോ എംപ്ലോയീസിൽ നിന്നും ഫേമിന് എത്രത്തോളം വാല്യുബിൾ ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് കിട്ടുന്നു എന്നുള്ളതും ഇതിലൂടെ ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. Next, features. What are the characteristics or features of performance appraisal? Here you note the performance appraisal is also known as merit rating. അപ്പോൾ പെർഫോമൻസ് അപ്രൈസലിൻ്റെ മറ്റൊരു പേരാണ് മെറിറ്റ് റേറ്റിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ മെറിറ്റ് റേറ്റിംഗ് എന്താണെന്ന് പറഞ്ഞാൽ അത് എന്ത് തന്നെയാണ്, പെർഫോമൻസ് അപ്രൈസലാണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് മെറിറ്റ് റേറ്റിംഗ്? First one, performance appraisal is a continuous process which consists of a series of steps. അതായത് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അതിനകത്ത് ഒരുപാട് സ്റ്റെപ്സുകൾ ഇൻക്ലൂഡഡ് ആണ്. Okay, then it is a systematic examination of an employee's strength and weakness in terms of job. അതായത് ഇവിടെ എക്സാമിൻ ചെയ്യുന്നത്, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് എക്സാമിൻ ചെയ്യുന്നത് എന്താണ്, ഒരു എംപ്ലോയിയുടെ സ്ട്രെങ്ത്ത് പ്ലസ് പോയിൻറ്റ്സ് ആൻഡ് വീക്ക്നെസ് മൈനസ് പോയിൻറ്റ്സ് ഇൻ ടേംസ് ഓഫ് ജോബിൽ എങ്ങനെയാണെന്നുള്ളത് ആണല്ലോ. നെക്സ്റ്റ്, ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. ഇതൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി കൂടിയാണ്. അതായത് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുപോലെ സ്റ്റെപ്സ് ഉണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി. ഒരുപാട് സ്റ്റഡീസൊക്കെ നടത്തിയാണ് പെർഫോമൻസ് അപ്രൈസൽ എന്നുള്ള ഒരു ടേം ഡെവലപ്പ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് പോകുന്നത്. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് അറേഞ്ച്ഡ് പീരിയോഡിക്കലി അക്കോർഡിംഗ് ടു എ ഡെഫിനിറ്റ് പ്ലാൻ. ഒരു പ്രത്യേക പ്ലാൻ പ്രകാരം പീരിയോഡിക്കലി ആണ് അറേഞ്ച് ചെയ്യുന്നത്. ഏത് പെർഫോമൻസ് അപ്രൈസൽ. ഇറ്റ് ഈസ് ആൻ ഇംപാർഷ്യൽ റേറ്റിംഗ് ഓഫ് ആൻ എംപ്ലോയീസ് എക്സലൻസ്. ഒരു എംപ്ലോയിയുടെ എക്സലൻസ് ഒരു പാർഷ്യാലിറ്റി ഇല്ലാതെയാണ് റേറ്റ് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഫുൾഫിൽമെൻറ്റ് ഓഫ് ജോബ് റിക്വയർമെൻറ്റ്. അടുത്തത്, ജോബ് റിക്വയർമെൻറ്റ് ഫുൾഫില്ല് ചെയ്യുക എന്നുള്ളത് ഏതിൻ്റെ ആവശ്യമാണ്, പെർഫോമൻസ് അപ്രൈസലിൻ്റെ ഒരു ഫീച്ചറാണ്. ഓക്കെ, അപ്പോൾ ജോബിന് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്, അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ടോ എംപ്ലോയീസിലൂടെ, അത് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടോ നമുക്ക് ഏതിലൂടെ മനസ്സിലാക്കാൻ പറ്റും, മെറിറ്റ് റേറ്റിങ്ങിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ്, നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ്. First point is development and training needs of employees.
Performance appraisal is much useful in analyzing training and development needs of employees. Performance appraisal reveals people who require further training to improve their performance. അതായത് പെർഫോമൻസ് നമ്മൾ അപ്രൈസ് ചെയ്യുമ്പോൾ, ജോബിലുള്ള എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ ഫർദർ ട്രെയിനിങ്, ഇമ്പ്രൂവ്മെൻറ്റിന് ഫർദർ ട്രെയിനിങ് ആവശ്യമുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ക്ലിയർ ആണോ? ദെൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ ആക്ടിവിറ്റീസ് എംപ്ലോയീസിന് വേണോ എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ദെൻ ഹെൽപ്സ് ടു ഇംപ്രൂവ് ദി പെർഫോമൻസ്, എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് കൂട്ടാനും സഹായിക്കും. ത്രൂ പ്രോപ്പർ ഫീഡ്ബാക്ക് ഓർ വർക്കിംഗ് ആൻഡ് കൗൺസിലിംഗ് എംപ്ലോയീസ്, പ്രോപ്പറായിട്ട് എംപ്ലോയീസിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്തും അതുപോലെ അവരെ കൗൺസിൽ ചെയ്തെല്ലാം നമുക്ക് എന്തിന് സാധിക്കും, പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഹെൽപ്സ് ടു ടേക്ക് പേഴ്സണൽ ഡിസിഷൻസ്, അതുപോലെ ഇറ്റ് പ്രൊവൈഡ് വാല്യുബിൾ ഇൻഫർമേഷൻ ഫോർ ദ പേഴ്സണൽ ഡിസിഷൻ സച്ച് ആസ് പേ ഇൻക്രീസസ്, പ്രൊമോഷൻ, ഡിമോഷൻ, ട്രാൻസ്ഫർ, ടെർമിനേഷൻസ്. ഓക്കെ, അതായത് പേഴ്സണൽ ഡിസിഷൻസ്, എംപ്ലോയി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. ഏതൊക്കെ ഡിസിഷൻസ് ആണ്? അവർക്കുള്ള പേയ്മെൻറ്റ് കൂട്ടണോ, നന്നായി പെർഫോം ചെയ്യുന്നുണ്ട്, അവർ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്, അതുകൊണ്ട് അവർക്ക് പേയ്മെൻറ്റ് കൂട്ടിക്കൊടുക്കാം, അങ്ങനെ ഡിസിഷൻ എടുക്കാം. അതുപോലെ പ്രൊമോഷൻ കൊടുക്കാം, ഡിമോഷനാണോ വേണ്ടത്, തരം താഴ്ത്താണോ വേണ്ടത്, ട്രാൻസ്ഫർ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, മറ്റ് ഒരു ജോബിലേക്ക് മാറ്റം കൊടുത്ത് കുറച്ചുകൂടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യിപ്പിക്കേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ആ ജോലിയിലാണ് കൂടുതൽ, ഈ ജോലിയിൽ അത്ര പെർഫോമൻസ് ഇല്ലെങ്കിൽ മറ്റൊരു ജോബിലേക്ക് മാറ്റി കൊടുക്കണോ, അതുപോലെ ടെർമിനേറ്റ് ചെയ്യണോ, ഒഴിവാക്കണോ, ഇങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കാനെല്ലാം വളരെ ഹെൽപ്ഫുള്ളാണ് പെർഫോമൻസ് അപ്രൈസൽ. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, യൂസ്ഫുൾ ടു റെക്ടിഫൈ ദ എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ. റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിലും സെലക്ഷൻ പ്രോസസ്സിലൊക്കെ എഫക്റ്റീവ്നെസ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ എംപ്ലോയീസിൻ്റെ ക്വാളിറ്റി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്, ജോബിൽ അവർ സ്യൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് മെഷർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഈ പ്രോസസ്സിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ക്രിയേഷൻ ഓഫ് എ കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ്. ദാറ്റ് മീൻസ് എംപ്ലോയീസിൻ്റെ ഇടയിൽ നല്ല മോട്ടിവേഷൻ കൊടുക്കുമ്പോൾ അവരുടെ ഇടയിലുള്ള ഒരു എന്താ പറയുക, ഒരു കോർഡിനേഷൻ, അല്ലെങ്കിൽ അവർ തമ്മിലൊരു സഹകരണം, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് കൂടും, അവർ തമ്മിലൊരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റായിട്ട് എടുത്ത് ജോലി ചെയ്യും. കാരണം പെർഫോമൻസ് അപ്രൈസ് ചെയ്യും എന്നുള്ളത് അവർക്കറിയാം. അങ്ങനെയാകുമ്പോൾ അവരുടെ ഇടയിൽ എന്ത് ക്രിയേറ്റഡ് ആവും, ഒരു സ്പിരിറ്റ്, കോമ്പറ്റീറ്റീവായിട്ടൊരു സ്പിരിറ്റ് എംപ്ലോയീസിൻ്റെ ഇടയിൽ. അതായത് ഇപ്പോൾ ഗ്രൂപ്പ് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ടീം സ്പിരിറ്റ് കൂടുന്നത് പോലെ തന്നെ അവരുടെ പെർഫോമൻസ് കൂട്ടി കാണിക്കണം എന്ന് വിചാരിച്ച് അവർ വളരെ നന്നായിട്ട് വർക്ക് ചെയ്യും. ആ ഒരു കോമ്പറ്റീറ്റീവ്, മറ്റു ഗ്രൂപ്പിനേക്കാൾ ബെസ്റ്റായിട്ട് നമുക്ക് വർക്ക് ചെയ്യണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി വന്നു കഴിഞ്ഞാൽ ഒരു കോമ്പറ്റീറ്റീവായിട്ടൊരു സ്പിരിറ്റാണ് അവർക്ക് കിട്ടുന്നത്. അത് ഇൻഡിവിജ്വലി ആവാം, ഗ്രൂപ്പായിട്ടുള്ള വർക്കേഴ്സാണ്, ഗ്രൂപ്പായിട്ടുള്ള വർക്കും ഉണ്ടാവും, ജോബും ഉണ്ടാവും. അപ്പോൾ ഗ്രൂപ്പായിട്ടാണ് വർക്കേഴ്സ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മറ്റു ഗ്രൂപ്പിനെ ഇവർ കമ്പയർ ചെയ്ത് നമുക്ക് അവരെക്കാൾ നന്നായി പെർഫോം ചെയ്യണം എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യാം. അതല്ല ഇൻഡിവിജ്വലി ആണെങ്കിൽ മറ്റ് എംപ്ലോയീസിനേക്കാൾ കൂടുതൽ നന്നായി എനിക്ക് വർക്ക് ചെയ്യണം, നന്നായി പെർഫോം ചെയ്യണം, ജോബ് എപ്പോഴും അപ്രൈസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ പെർഫോമൻസ് അപ്രൈസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് സ്പിരിറ്റ് അവരുടെ മൈൻഡിലേക്ക് വരും. ഹെൽപ്സ് ടു ഡെവലപ്പ് കോൺഫിഡൻസ് എമംഗ് എംപ്ലോയീസിൻ്റെ കോൺഫിഡൻസ് കൂട്ടാൻ സാധിക്കും. അതായത് എംപ്ലോയീസിനെ അപ്രൈസ് ചെയ്യുമ്പോൾ അവർക്ക് തന്നെ അവർ ആ ഒരു ലെവൽ മനസ്സിലാക്കാൻ സാധിക്കും, അവർക്ക് ആ ജോലി ചെയ്യാനുള്ളൊരു ആത്മവിശ്വാസം കൂടും. Aids to personal research. Performance appraisal aids in research in the field of personal management. Theories in personal fields are an outcome of effort to find out the cause and effect relationship between personal and performance. അതായത് ഇവിടെ പെർഫോമൻസ് അപ്രൈസലിന് റിസർച്ചിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ മാനേജ്മെൻറ്റിൽ HRMൽ റിസർച്ചിനുള്ള സ്കോപ്പ് കൂടുതലാണ്. അല്ലെങ്കിൽ കൂടുതൽ സ്റ്റഡീസ് ചെയ്യുമ്പോൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ്, പേഴ്സണലും പെർഫോമൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതിൻ്റെ കാരണങ്ങൾ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് പെർഫോമൻസ് ഇൻക്രീസ് ചെയ്തത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തുകൊണ്ടാണ് പെർഫോമൻസ് കുറയുന്നത്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ ഒരുപാട് പുതിയ പുതിയ സ്റ്റഡീസിനുള്ള സ്കോപ്പാണ്. HRMൽ എംപ്ലോയീസിനെ കുറിച്ചും ജോബിനെ കുറിച്ചും ഒക്കെ പുതിയ സ്റ്റഡീസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഐഡൻറ്റിഫൈ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ്. അതുപോലെ തന്നെ
പെർഫോമൻസ് അപ്രൈസലിലൂടെ എംപ്ലോയീസിന് അവരുടെ ജോബിൽ എത്രത്തോളം സ്ട്രെങ്ത് ഉണ്ട് അതുപോലെ വീക്ക്നെസ് ഉണ്ട് എന്ന് അറിയാനായിട്ട് സാധിക്കും. ദെൻ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇവാലുവേഷൻ. ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇവാലുവേഷൻ പ്രോസസ്സാണ്. സൂപ്പർവൈസേഴ്സ് അവരുടെ സബോർഡിനേറ്റ്സിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്നത്. ദെൻ ഇൻസ്പയറേഷൻ, അതുപോലെ എംപ്ലോയർ റിലേഷൻ ത്രൂ മ്യൂച്വൽ കോൺഫിഡൻസ്, അത് കൊണ്ടുവരാൻ സാധിക്കും. അതായത് ഇൻസ്പയർ ചെയ്യാൻ സാധിക്കും. എംപ്ലോയറും എംപ്ലോയിയും തമ്മിലുള്ള റിലേഷനും നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നല്ല ഗൈഡൻസും ഇൻസ്ട്രക്ഷൻസും കൊടുക്കുന്ന നല്ലൊരു ബോസാണ്, നല്ലൊരു സുപ്പീരിയറാണ്, നല്ലൊരു എംപ്ലോയറാണ് എംപ്ലോയിക്ക് എങ്കിൽ ആ എംപ്ലോയിക്ക് പേഴ്സണലി ഗ്രോത്താണ് ഉണ്ടാവുക. അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിൽ മാറ്റങ്ങളുണ്ടാവും, അവർ ജോബ് പെർഫോമൻസിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. അപ്പോൾ മെറിറ്റ് റേറ്റിങ്ങിൻ്റെ സമയത്ത് അവരുടെ ജോബിൽ പെർഫോമൻസ് ഹൈ ആയിരിക്കും. അത് അവർക്ക് നല്ലൊരു ഇൻസ്പയറേഷൻ എംപ്ലോയറുടെ ഭാഗത്തു നിന്ന് കിട്ടിയിട്ടും കൂടി ആയിരിക്കും, നല്ല മോട്ടിവേഷൻ. Okay, last one, feedback. Performance appraisal provide useful feedback to employees, supervisor and personnel specialist and allow them to take corrective measures to improve the performance further. പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു സ്ട്രെങ്ത്ത് മാത്രമല്ല വീക്ക്നെസ്സും അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണം എന്നുള്ളൊരു ഡിസിഷനിലേക്ക് എത്താൻ പറ്റും. ഇൻഡിവിജ്വലി ഓരോ എംപ്ലോയീസിനും അവരുടെ പെർഫോമൻസിൽ എന്തൊക്കെ തരത്തിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നറിയാൻ സാധിക്കും. അതിനുവേണ്ടി അവരെങ്ങനെ ചേഞ്ച് ആവണം എന്നുള്ളത് അവർക്ക് അറിയാൻ സാധിക്കും. ഫേം ഇത് കണ്ടുപിടിക്കുമ്പോൾ ഫേമിന് അറിയാൻ പറ്റും ഏതൊക്കെ ടൈപ്പിലുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് ആണ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതിലൊക്കെ ഒരു ഡിസിഷൻ എടുക്കാനും സാധിക്കും ഇതിലൂടെ. അപ്പോൾ പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഇത് വളരെ ഹെൽപ്ഫുള്ളാണ്. ഓർഗനൈസേഷൻ ഒരു പ്രാവശ്യം നടത്തി പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യലില്ല, കണ്ടിന്യൂസ് ആയി പീരിയോഡിക്കലി ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കൊടുത്തതിന് ശേഷം ഇവാലുവേഷൻ നടത്തുമ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും. പിന്നീട് കുറേ കഴിഞ്ഞ് വീണ്ടും ഇവാലുവേഷൻ നടത്തും. അതിൽ എന്തെങ്കിലും കറക്റ്റീവ് മെഷേഴ്സ് എടുക്കണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും സാധിക്കും. ഓക്കെ, ഇനി ഒബ്ജക്റ്റീവ്സ് ഓഫ് പെർഫോമൻസ് അപ്രൈസൽ. എന്തെല്ലാം ഒബ്ജക്റ്റീവ്സ് ആണ് പെർഫോമൻസ് അപ്രൈസലിന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ടു ഇംപ്രൂവ് ദ ജോബ് പെർഫോമൻസ് ഓഫ് എംപ്ലോയീസ് ആൻഡ് ഓൾസോ ടു ഐഡൻറ്റിഫൈ ദ ഡെവലപ്മെൻറ്റ് പൊട്ടൻഷ്യാലിറ്റീസ്. എംപ്ലോയീസിൻ്റെ ജോബ് പെർഫോമൻസും ഇംപ്രൂവ് ചെയ്യാനും സാധിക്കും. അതുപോലെ തന്നെ അവരുടെ പൊട്ടൻഷ്യാലിറ്റീസ് ഡെവലപ്പ് ചെയ്യാൻ, അവരുടെ ക്യാപ്പബിലിറ്റീസ് എബിലിറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. To identify the strength or weakness of individuals so as to access area in which training is required. അതായത് എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വലി അവരുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കണ്ടുപിടിക്കാൻ സാധിക്കുന്നത് കൊണ്ട് ഏത് ഏരിയയിലാണ് അവർക്ക് ട്രെയിനിങ് ആവശ്യം എന്നുള്ളത് നമുക്ക് പെട്ടെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. ആൻഡ് ടു പ്രിവെൻറ്റ് ദ ഗ്രീവൻസ് ആൻഡ് ഇൻഡിസിപ്ലിനറി ആക്ടിവിറ്റീസ് ഓഫ് പേഴ്സണൽ. മറ്റ് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഗ്രീവൻസസ്, പരാതികളൊരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ ഇൻഡിസിപ്ലിനറി ആയിട്ടുള്ള ആക്ഷൻസും പേഴ്സൺസിൻ്റെ ഭാഗത്തു നിന്ന് കുറവായിരിക്കും. പെർഫോമൻസ് അപ്രൈസ് ചെയ്ത കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ സിസ്റ്റമാറ്റിക് ആയിട്ട് എടുത്ത് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഫോർത്ത് പോയിന്റ്, ടു പ്രൊവൈഡ് കോച്ചിങ്, കൗൺസിലിംഗ് ആൻഡ് കരിയർ പ്ലാനിങ് ടു എംപ്ലോയീസ്. ഈ പെർഫോമൻസ് അപ്രൈസലിലൂടെ അല്ലെങ്കിൽ മെറിറ്റ് റേറ്റിങ്ങിലൂടെ എംപ്ലോയീസിൻ്റെ കരിയർ പ്ലാനിങ്, അവർക്ക് കൗൺസിലിംഗ് കൊടുക്കണോ വേണ്ടയോ അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഒരു ഡിസിഷൻ എടുക്കാൻ സാധിക്കും. ടു ഇവാലുവേറ്റ് സക്സസ് ഓഫ് ട്രെയിനിങ് പ്രോഗ്രാം. അതുപോലെ ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്ത് പെർഫോമൻസ് അപ്രൈസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ട്രെയിനിങ് പ്രോഗ്രാം സക്സസ് ആയോ ഇല്ലയോ എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാം. ടു മോട്ടിവേറ്റ് എംപ്ലോയി ടു പെർഫോം വെൽ. വളരെ നന്നായി പെർഫോം ചെയ്യാൻ, അതായത് പെർഫോമൻസ് അപ്രൈസ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഇൻഡിവിജ്വലി ഓരോ വർക്കേഴ്സിൻ്റെ മൈൻഡിൽ നന്നായി വർക്ക് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് വരും. അതുകൊണ്ട് തന്നെ അതൊരു മോട്ടിവേഷനും കൂടിയാണ്. ആൻഡ് ടു എസ്റ്റാബ്ലിഷ് ദ ഹാർമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. അതുകൊണ്ട് തന്നെ എംപ്ലോയറും എംപ്ലോയീസ് തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സാധിക്കും പെർഫോമൻസ് അപ്രൈസലിലൂടെ. ഓക്കെ, ടു ടെസ്റ്റ് എഫക്റ്റീവ്നെസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ് ആൻഡ് റൊട്ടേഷൻ പ്രോസസ്സ്. അതായത് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സോ സെലക്ഷൻ പ്രോസസ്സോ പ്ലേസ്മെൻറ്റോ റൊട്ടേഷനോ എന്തോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ എഫക്റ്റീവ്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ടും നമുക്ക് ഹെൽപ്ഫുള്ളാണ്. വളരെ നല്ല രീതിയിലാണ് റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് നടന്നിട്ടുള്ളത്. വളരെ ഫുൾഫുള്ളായിട്ടുള്ള എംപ്ലോയീസിനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സെലക്ഷനിലൂടെ വളരെ നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള പോസ്റ്റിലേക്കാണ് നമ്മൾ അവരെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും അത് നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഡിസിഷൻ എടുത്തിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ ഈ പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്പ് ചെയ്യും.
ടു ഫെസിലിറ്റേറ്റ് റിസർച്ച് ഇൻ പേഴ്സണൽ മാനേജ്മെൻറ്റ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. HRMൽ പുതിയ പുതിയ റിസർച്ചസിനുള്ള സൗകര്യങ്ങൾ ഇതിലൂടെ നമുക്ക് കണ്ടെത്താനും പുതിയ പുതിയ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനുള്ള ഒരു എന്താ പറയുക ടോപ്പിക്സ് അല്ലെങ്കിൽ ഏരിയ നമുക്കിതൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാനും യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യാനും സാധിക്കും. ടു പ്രൊവൈഡ് വാലിഡ് ഇൻഫർമേഷൻ ഫോർ ഡിസൈഡിങ് പ്രൊമോഷൻ, പ്ലേസ്മെൻറ്റ്, പണിഷ്മെൻറ്റ് എക്സെട്ര. അതായത് വാലിഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. പ്രൊമോഷൻ റിലേറ്റഡ് ആയിട്ട് ഡിസിഷൻ എടുക്കാനും പ്ലേസ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു തീരുമാനം എടുക്കാനും ഇനി പണിഷ്മെൻറ്റ്, ടെർമിനേഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണോ അതിനൊക്കെ ഒരു തീരുമാനം എടുക്കാനും നമുക്ക് പെർഫോമൻസ് അപ്രൈസൽ ഹെൽപ്ഫുള്ളാണ്. These are the important objectives of performance appraisal. Okay, I hope you all are understood. Thank you.